പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2 ദിവസം നമ്മുടെ MK മുനീർ സാഹിബിനെ കുറിച്ചുള്ള വാർത്ത നമ്മുടെ ഒക്കെ മനസ്സിൽ, പൊതുസമൂഹത്തിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വളരെയധികം വിഷമവും സങ്കടവും വേദനയൊക്കെ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെക്കുറിച്ചോർത്ത് നമ്മളിൽ പലരും അഭിമാനിക്കുകയും ചെയ്തു. കാരണം അദ്ദേഹത്തെ പോലെ ഒരു ഉന്നത പദവികൾ കൈകാര്യം ചെയ്ത ഒരു മനുഷ്യൻ, CH മുഹമ്മദ് കോയ എന്ന മുൻ മുഖ്യമന്ത്രിയുടെ മകൻ, 10 വർഷക്കാലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും നിരവധി തവണ MLA ഒക്കെ ആയിട്ടുള്ള, ഇപ്പോഴും MLA ആയിട്ടുള്ള ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമുഖ നേതാവ് ഇത്തരം ഒരു ബാങ്ക് ജപ്തി ഭീഷണി അദ്ദേഹത്തിൻ്റെ വീട് നേരിടുന്നു എന്നറിഞ്ഞപ്പോൾ പല ആളുകളും, ഒരു പക്ഷേ പലരും അത് കേട്ട് വിശ്വസിക്കാൻ പ്രയാസം തോന്നിക്കാണും. കാരണം നമ്മളിൽ പലരുടെയും മനസ്സിൽ രാഷ്ട്രീയ നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരുപാട് അഴിമതി നടത്തുന്നവരും പൈസ ഉണ്ടാക്കാൻ നോക്കുന്നവരും അങ്ങനെയൊക്കെ ഒരു ചിത്രമാണ് പലരുടെയും മനസ്സിൽ, പല രാഷ്ട്രീയ നേതാക്കളെയും കുറിച്ചിട്ട്. എന്നാൽ ഈ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, എല്ലാവരും അങ്ങനെയല്ല എന്നുള്ളത്. പല നല്ല നേതാക്കളും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോഴും എല്ലാ പാർട്ടിയിലും നല്ല ആളുകളും നല്ല സത്യസന്ധ ആയിട്ടുള്ള ആളുകളും നല്ല നാടിനെ സ്നേഹിക്കാനും പൊതുസമൂഹത്തിന് നന്മ ചെയ്യാനും ഉദ്ദേശിക്കുന്ന സത്യസന്ധതയുള്ള നേതാക്കൾ ഇപ്പോഴും ഉണ്ട് എന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്നതാണ് ഈ 2 ദിവസമായിട്ട് മുനീർ സാഹിബിനെ കുറിച്ചിട്ടുള്ള നമ്മൾ കേട്ട വാർത്ത. പ്രിയപ്പെട്ടവരെ, എന്തായാലും മുസ്ലിം ലീഗ് പാർട്ടി വളരെ പെട്ടെന്ന് ആ ഒരു പ്രശ്നം പരിഹാരം കണ്ടു എന്നുള്ളത് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. നമുക്ക് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ സത്യത്തിൽ മുനീർ സാഹിബ് ചാനലുകളുടെ മുമ്പിൽ ആ സംഭവം വിവരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് വേറൊരു കാര്യം കൂടിയാണ്. കാരണം അദ്ദേഹം പറയുന്നുണ്ട് 70 ലക്ഷം രൂപയായിരുന്നു അദ്ദേഹം ബാങ്കിൽ നിന്നും വായ്പ എടുത്തത്. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു വീടും കുറച്ച് സ്ഥലമൊക്കെ വിറ്റിട്ട് 60ഓളം ലക്ഷം രൂപ അദ്ദേഹം തിരിച്ചടക്കുന്നുണ്ട്. എന്നിട്ടും 59 ലക്ഷം രൂപ വീണ്ടും അടയ്ക്കേണ്ട സ്ഥിതിയിലും ബാങ്ക് ജപ്തി ഭീഷണിയിലും ഒക്കെയായി അദ്ദേഹം. നമ്മൾ ആലോചിക്കണം, ഒരു പ്രമുഖ നേതാവ്, എല്ലാ സ്വാധീനവും ബന്ധവും അതുപോലെ തന്നെ വളരെ നല്ല പദവികളിലൊക്കെ ഇരുന്നിട്ടുള്ള ഒരു നേതാവിൻ്റെ ഒരു അവസ്ഥയാണ് അത് കേട്ടോ. അപ്പോൾ നമ്മളെ സാധാരണക്കാരുടെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളെ. നമ്മൾ പലരും ബാങ്ക് വായ്പയ്ക്ക് നമ്മൾ പോവാറുള്ളത് വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. വീട് പണി എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ഒരു സ്വപ്നമാണ് എത്രയും നല്ലൊരു വീട്ടിൽ താമസിക്കുക എന്നുള്ളത്. അത് നമ്മൾ വീട് ഇല്ലാതെ വാടകക്കോ അല്ലെങ്കിൽ കുടുംബ വീട്ടിലോ ഒക്കെ ആണെങ്കിൽ ഒരു വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറയും, എങ്ങനെയെങ്കിലും ഒരു ചെറിയ വീട് വെച്ചിട്ട് മാറിയാൽ മതിയായിരുന്നെന്ന് പറയും. പക്ഷേ നമ്മൾ ആ വീട് പണി തുടങ്ങുമ്പോൾ നമ്മൾ 2 ബെഡ്റൂമാണ് നമ്മുടെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ പണി തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നും വീടുണ്ടാക്കില്ലല്ലോ, ഒരു ബെഡ്റൂമും കൂടി ഉണ്ടാവട്ടെ എന്ന്, അല്ലെങ്കിൽ മുകളിലേക്ക് ഒരു ചെറിയൊരു ഹാളെങ്കിലും ഉണ്ടാവട്ടെ എന്ന്. ഇങ്ങനെ നമ്മളുടെ മനസ്സിൽ കണക്ക് കൂട്ടലുകളും കാഴ്ചപ്പാടുകളൊക്കെ വീടിനെ കുറിച്ചിട്ട് ഒരുപാട് നിരവധിയാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മുടെ കയ്യിലുള്ളതൊക്കെ തീർന്നിട്ടോ ആരും കെട്ടിവെച്ചിട്ടൊന്നും വീടുണ്ടാക്കാൻ പോരാ. അപ്പോഴാണ് നമ്മൾ ബാങ്കിനെ സമീപിക്കുക. നമ്മൾ ബാങ്കിനെ സമീപിക്കുമ്പോൾ നമുക്ക് എത്രയെന്നുള്ളതല്ല, ബാങ്ക് എത്ര തരുമോ അത്രയും വാങ്ങാൻ നമ്മൾ തയ്യാറാണ്. കാരണം നമ്മൾ ബാങ്കിൽ നിന്ന് പൈസ നമ്മൾ ഇങ്ങോട്ട് കിട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും ബാങ്കിൽ നിന്ന് പൈസ നമുക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോൾ നമ്മളതിന് തിരിച്ചടവിനെ കുറിച്ച് നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കൂല. എത്ര കിട്ടും, ആ കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഇതാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കണക്ക് കൂട്ടലുകൾ. ഓക്കെ, നമ്മൾ ബാങ്കിൽ നിന്നും വായ്പ എടുത്തു. ആദ്യം നമ്മളൊരു 10 ലക്ഷം രൂപ ബാങ്കിൽ നിന്നും വായ്പ എടുക്കും. നമുക്കൊരു കണക്ക് കൂട്ടലുകൾ ഉണ്ടാവും. 10 ലക്ഷം നമ്മൾ എടുത്തെങ്കിൽ 10ഓ 15ഓ പ്രതിമാസം അടക്കണമെങ്കിൽ അതിനൊരു സ്രോതസ്സ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവും. ഗൾഫിൽ നിന്ന് വരുന്നതോ നമ്മളുടെ നിലവിലുള്ള ഇൻകം, വരുമാനം എന്തെങ്കിലുമൊക്കെ കണക്കാക്കിയിട്ട് അതുകൊണ്ടാവും നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടാവും. ഒരു 5ഓ 6ഓ 8ഓ മാസം നമ്മൾ അടച്ചിന്ന് വരും. പക്ഷേ നമ്മൾ മനുഷ്യരാണല്ലോ, അസുഖം മൂലമോ മക്കളുടെ വിദ്യാഭ്യാസം മൂലമോ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കൊണ്ട് നമുക്കത് ഒരു മാസം അടക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത മാസം നമ്മൾ കടം വാങ്ങിയിട്ടും ഒക്കെ കൂടി 2 മാസം കൂടി ഒന്നിച്ചടച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ വാങ്ങിയ കടം അവിടെ ബാക്കിയാണ് കേട്ടോ, അത് കൊടുക്കണം. പിന്നെ നമുക്ക് വരുമ്പോൾ ആ കടം കൊടുക്കണം, ഈ ബാങ്കിൽ വീണ്ടും അടക്കണം. അപ്പോൾ ബാങ്കിലൊരു മാസം തെറ്റുമ്പോൾ പലിശയും പിഴപ്പലിശയും ഒക്കെ കൂടിയാണ് വരുന്നത്. അങ്ങനെ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളങ്ങോട്ട് തള്ളിക്കൊണ്ട് ഒരു
3-4 മാസം കൂടി, പിന്നെ ഇതിവിടെ ബാലൻസ് വരുമ്പോൾ ആകെ ജാമായി നമ്മൾ പെട്ടുപോവുകയാണ് അതിൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അതിൽ പെട്ടുപോകും. കുറേയൊക്കെ നമ്മളൊക്കെ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തെന്ന് വരും. പക്ഷേ ഇതിങ്ങനെ തുടർന്നു കൊണ്ട് ഇരിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമാധാനത്തോടെ അന്തിയുറങ്ങാൻ നമുക്ക് പറ്റുമോ? ആ വീട്ടിൽ ഇല്ല. അപ്പോൾ നമുക്ക് രോഗങ്ങൾ വരൽ തുടങ്ങി, മാനസിക സമ്മർദ്ദമൊക്കെ കൂടി ആയിട്ട് അസുഖങ്ങൾ വരൽ തുടങ്ങി. ഈ ബാങ്കിൻ്റെ പലിശയും അതൊരു തലക്കന്ന് വരൽ തുടങ്ങി. അങ്ങനെ എല്ലാം കൂടി ആയിട്ട് നമ്മൾ ജാമായിട്ട് നമ്മളുടെ സ്വപ്ന ഭവനായിട്ടുള്ള ഈ വീട്ടിൽ സമാധാനത്തോടു കൂടി ഒന്ന് അന്തി ഉറങ്ങാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥയാവും. പിന്നീട് നമ്മൾ ഈ വീട് വിൽക്കണോ, ബാങ്ക് ജപ്തി ചെയ്യണോ എന്നുള്ള അവസ്ഥയിലാവും. ജപ്തി ഭീഷണിയുള്ള വീടാണെങ്കിൽ പിന്നെ വില കുറഞ്ഞിട്ട് വാങ്ങാൻ ആളുണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര സിറ്റുവേഷനിലേക്ക് നമ്മൾ പോവുക. സഹോദരങ്ങളെ, നിങ്ങൾ പരമാവധി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. പക്ഷെ ഒരു മാർഗ്ഗമില്ലാതെ എടുക്കണം, നിർബന്ധിത ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് 10,000 രൂപ അടക്കാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ 5,000 രൂപ അടക്കണ ലോൺ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. എങ്കിലേ നമുക്കിത് മേക്കപ്പ് ചെയ്തിട്ട് പോവാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾ പരമാവധി കുറച്ചിട്ട് ലോൺ എടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളും മോഹങ്ങളും വീടും നമ്മളും തന്നെ ഇല്ലാതാവും. എല്ലാവർക്കും നല്ലത് വരട്ടെ.